അങ്ങനെ കുടുംബവും പ്രാരാബ്ദവും എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് 3 ദിവസത്തെ ട്രിപ്പിന് പോകുന്ന പോക്കാണ് ഇത്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറഞ്ഞതുപോലെ എൻ്റെ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഞാനായി, എൻ്റെ ജോലിയായി. ഞാൻ ഒരാഴ്ച മുമ്പ് ഗസ്റ്റോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു 3 പീസ് സെറ്റ് 550 റുപ്പീസ്. അതിൻ്റെ പണിപ്പുരയിലാണ്. അത് കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഒരു പുതിയ വള്ളിക്കെട്ട്. ഇന്നൊരു കുക്കർ വാങ്ങണം. ഇവരെ ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് ഞാൻ നേരെ പോയത് പ്രസ്റ്റീജിൻ്റെ ഇവിടുത്തെ ഔട്ട്ലെറ്റിലാണ്. ട്രൈപ്ലൈയുടെ ഒരു കുക്കർ വാങ്ങാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ട്രൈപ്ലൈ എന്നത് അലൂമിനിയം, ഹാർഡ് അനോഡൈസ്ഡ്, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും ചേർന്നതാണെന്ന്. അലൂമിനിയത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മറ്റൊരു കുക്കറാണ് വാങ്ങിയത്. കൂടെ ഒരു കുഞ്ഞു കുക്കറും കൂടി വാങ്ങിയപ്പോൾ എനിക്ക് പ്രസ്റ്റീജിൻ്റെ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഫ്രീ ആയി കിട്ടി. ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണെന്നാണ് പറഞ്ഞത്. എന്തായാലും കിട്ടിയതിരിക്കട്ടെ. അങ്ങനെ കുക്കറൊക്കെ വീട്ടിലെത്തിച്ച് അതിനുശേഷം ട്യൂഷനിൽ നിന്ന് മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നേ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇവൾ എന്തിനാ ഈ മഴയത്ത് ഇത്ര അത്യാവശ്യപ്പെട്ടു പോയി കുക്കർ വാങ്ങിയതെന്ന്. അതൊരു വലിയ സ്റ്റോറിയാണേ, ഇപ്പം പറയാൻ പറ്റത്തില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. ഇന്ന് രക്ഷാബന്ധൻ ഡേ ആയതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ അടുത്ത വീട്ടിലെ പെൺകുട്ടികളും അവരുടെ ക്ലാസ്മേറ്റ്സും ഒരുപാട് രാഖികൾ ഇവർക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അഴിച്ചു കൊടുക്കാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ രാഖിയൊക്കെ അഴിച്ചു മാറ്റി. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വീക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഫാം ഹൗസിൽ നിന്ന് കുറച്ച് വാഴയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ആസ്ഥാന ഭക്ഷണമായ ഇലയട. കുറച്ച് ദിവസമായി രാവിലെയും രാത്രിയും ഇത് തന്നെയാണ് വീട്ടിലെ ഭക്ഷണം. കേരളത്തിൽ പോകുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇലയട കിട്ടാറുള്ളത്. ഇതാദ്യമായിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഇനി ഈ ഇല തീരും വരെ ഇത് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭക്ഷണം. മഴ മാത്രമല്ല, നല്ല തണുപ്പുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ചോറുണ്ടാക്കി, ചമ്മന്തി അരച്ചു, പിന്നെ തൈരുമുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അപ്പോഴേക്കും സ്നോ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇവള് പകല് മുഴുവൻ നല്ല ഉറക്കമാണ്. രാത്രിയാകുമ്പോഴാണ് കുട്ടി ആക്റ്റീവ് ആകുന്നത്. വീടിനുള്ളിൽ വരുന്ന എല്ലാ കൊതുകിനെയും ഒന്നിനെ പോലും ഇല്ലാതെ പിടിക്കും. അതിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ആ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.